വോട്ടേഴ്സ് ചോയ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തിരുക്കൊച്ചി ഫിൻക്യാപ്പ്, മലയാളത്തിന്റെ സ്വന്തം ഗോൾഡ് ലോൺ കമ്പനി. ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. വോട്ടേഴ്സ് ചോയ്സ് 2025 തുടരുകയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്തിൻ്റെ വ്യക്തമായ ചിത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം UDFിൻ്റെ മുന്നേറ്റമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷനുകളുടെ കാര്യമെടുത്താലും, അത് ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യമെടുത്താലും, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യമെടുത്താലും, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യമെടുത്തു കഴിഞ്ഞാൽ തന്നെയും മുന്നേറ്റം UDFിന് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് അവർക്ക് ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. കാരണം 10 വർഷമായി കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന UDFിന് ഇക്കുറി കൂടി അടിതെറ്റിയാൽ പിന്നീട് ഒരു തിരിച്ചുവരവുണ്ടാകില്ല എന്നുള്ള വിലയിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു റിസൾട്ട് അവർക്ക് ആശ്വാസമായി വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, UDFിന് ഒപ്പം തന്നെ ആശ്വസിക്കാനുള്ള വക NDAയ്ക്കുമുണ്ട്. പലയിടങ്ങളിലും അവർക്കും അക്കൗണ്ടുകൾ തുറക്കാൻ സാധിച്ചിരിക്കുന്നു. ഇതുവരെ അവർക്ക് ഒരു തരത്തിലും ഒരു സാന്നിധ്യം ഉറപ്പിക്കാൻ സാധിക്കാത്ത പലയിടത്തേക്കും കടന്നു കയറുവാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 39 അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുകയാണ്. 20ലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് LDFിൻ്റെ നേട്ടം. 15 UDFിന് മുന്നേറാൻ സാധിച്ചിരിക്കുകയാണ്. അതും അവർക്കൊരു നേട്ടം തന്നെയാണ്. UDF കഴിഞ്ഞ കുറി 10 എങ്കിൽ ഇക്കുറി അത് 15ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയുമുണ്ട് കുറേയേറെ റിസൾട്ടുകൾ ബാക്കിയായി. 51 എന്ന മാജിക് സംഖ്യയിലേക്ക് എത്തുവാൻ ആർക്ക് സാധിക്കും? 39 എത്തിയിരിക്കുകയാണ് ഇപ്പോൾ NDA എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ അതിഥികളായി ചേരുന്നത് ഫക്രുദ്ദീൻ അലി, രാഷ്ട്രീയ നിരീക്ഷകൻ, അതിനോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് ആയൂർ ബിജു. ഇരുവർക്കും നമസ്കാരം, സ്വാഗതം വോട്ടേഴ്സ് ചോയ്സിലേക്ക്. ശ്രീ ആയൂർ ബിജു, എന്താണ് LDFിന് സംഭവിച്ചത്? വലിയൊരു തിരിച്ചടിയാണ്. ജനങ്ങൾ ഇത്തരത്തിലൊരു തിരിച്ചടി നൽകുമെന്ന് പ്രതീക്ഷിച്ചതാണോ? അല്ല ലിയോ, അങ്ങനെ LDFിന് എന്താണ് തിരിച്ചടി എന്ന് പറയത്തക്ക ഒരു രീതിയിലേക്ക് നമ്മൾ വന്നിട്ടില്ല. റിസൾട്ടിലെ ചില ഭാഗങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ ഇടതുപക്ഷത്തിന് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്, ചില സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായി എന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ സാധ്യമാകില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ എനിക്കൊന്ന് ഇപ്പോൾ 8 മണിക്ക് തുടങ്ങി, 11 മണിയാകുന്നു. എല്ലാം ഒന്നും എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞിട്ടില്ല. അവസാന ലാപ്പെത്തുമ്പോൾ ഞങ്ങൾ നമ്മുടെ ആമയും മുയലും തമ്മിൽ ഓടിയില്ലേ, സമാനമായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ. ഓക്കെ, അവസാന ലാപ്പിൽ ഞങ്ങൾ മുന്നിലെത്തുമെന്ന് തന്നെയാണ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ പല കുറി തോറ്റ മുയൽ ഇക്കുറി ഉറങ്ങാതെ മുന്നോട്ട് പോകുമെന്നാണ് പലരും പറയുന്നത്. അല്ല, അതിന് സാധ്യതയില്ലെന്നേ. ആ മുയൽ ഇപ്പോഴും ഉറക്കത്തിലായിരിക്കും. ഓക്കെ, ഫക്രുദ്ദീൻ അലിയിലേക്ക് വരികയാണ്. ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ ആമയും മുയലും ഓട്ടത്തോടെ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു വിധിയെടുത്ത് നമ്മൾ പലപ്പോഴും കരുതിയിരുന്നു ചെറിയ ഒരു തിരിച്ചടി കിട്ടിയേക്കും, പക്ഷേ പിന്നിലേക്ക് പോകും LDF എന്ന് ആരും കരുതിയിരുന്നോ? എനിക്കൊരു സംശയമുണ്ട്. എന്താണ് പറയാനുള്ളത്? ഈ മലയാളികൾ നന്നാവില്ല, അതാണ് ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുത്താലും. ഞാൻ വിചാരിച്ച് കഴിഞ്ഞ ഈ നിയമസഭാ ഇലക്ഷനോട് കൂടിയിട്ട് മലയാളി നന്നായി തുടങ്ങി. കാരണം നന്ദിയൊക്കെ കാണിച്ചു തുടങ്ങി. ശ്രീനിവാസൻ പറയുന്ന പോലെ, പണ്ട് ശ്രീനിവാസൻ പറയുന്ന കാര്യമുണ്ട്, ഈ തമിഴന് ഒരു തൈസാദം മേടിച്ചു കൊടുത്താൽ അത്രേ മരിക്കുന്നവരെ നന്ദി ഉണ്ടാവും. പക്ഷേ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മളതിന്ന് പിന്നെ ഒരു ഫുള്ള് മേടിച്ചടിച്ച് നമ്മളെ തെറിയും. എന്നാണ് മല്ലുവിൻ്റെ സ്വഭാവം. ഞാൻ വിചാരിച്ചു ഇവന്മാർ മാറി എന്ന് ചോദിച്ചു. ഇത് രക്ഷയില്ല, ഇവന്മാർ ഇങ്ങനെ തന്നെ. ഈ ഗവൺമെൻറ് തുടർച്ചയായിട്ട് നമ്മളിപ്പോൾ നോക്കും. ഞാനിപ്പം LDF ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ LDFിനാണ് മേൽക്കൈ ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരാളാണ്. അത് ഞാൻ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയുടെ പുറത്താണ് പോകുന്നത്. സ്ട്രാറ്റജി എന്തായിരുന്നു? പഞ്ചായത്തിലേക്ക് നടന്ന ബൈ ഇലക്ഷനിലെല്ലാം തന്നെ LDFിനാണ് മേൽക്കൈ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എപ്പോഴെങ്കിലും ഒരു മേൽക്കൈ UDFിന് കിട്ടണ്ടേ? അതില്ല, അത് സംഭവിച്ചിട്ടില്ല. ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ഇലക്ഷൻ നടന്നു. എവിടെ നമ്മുടെ ഇവിടെ നെടുമങ്ങാട് പാർട്ട്, അവിടെ UDF റിബലായിട്ട് വന്നിട്ടുള്ള LDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ചു. ഓക്കെ, പിന്നെ ഈ ലോക്സഭാ ഇലക്ഷന് ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് വലിയ പ്രസക്തിയൊന്നും ഇല്ലല്ലോ. പിന്നെ ദേശീയ തലത്തിൽ പിന്നെ ഒരു ഇടതുപക്ഷം കോൺഗ്രസ്സാണ്. അത് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് അത് ഷിഫ്റ്റ് ചെയ്യും. കുറച്ച് വോട്ടുകൾ ഈ പറഞ്ഞ കോൺഗ്രസ് ചെയ്യാൻ മടിയുള്ള ആളുകൾ താമരയ്ക്കുകയും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ കഴിഞ്ഞൊരു 8 വർഷത്തെ ഭരണം വെച്ച് നോക്കുമ്പോൾ പിണറായിനെ ആളുകൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ഭരണം നല്ലതെന്ന് പൊതുവേ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവസാന ലാപ്പിൽ വന്നിട്ടുള്ളതാണ് ഈ സ്വർണ്ണക്കൊള്ള. ഈ സ്വർണ്ണക്കൊള്ള എന്നുള്ളൊരു വിഷയം ഞാൻ വിചാരിച്ചു ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കില്ല. പക്ഷെ എന്തുകൊണ്ട് മോഹൻലാൽ വന്നു? അയ്യപ്പനെ വളരെ ഇഷ്ടമാണ് ആളുകൾക്ക് എന്ന് തോന്നുന്നു സോഫ റിസൾട്ട് കണ്ടിട്ട്. അല്ലെങ്കിൽ ആളുകൾ നമുക്ക് എന്ത് കിട്ടി നോക്കി അതിന് വോട്ട് ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചത്. അതാ ചെയ്തിട്ടില്ല.
പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ വിഷയം LDF തിരിച്ചറിയോ സംശയമുണ്ട്. അതെന്താണ് അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ചില സ്ത്രീകളൊക്കെ നമ്മളെ ടോക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചു തന്നു. പറഞ്ഞിട്ട് ഒരു കാര്യം ഇതാണ്, ഈ സ്ത്രീകളൊക്കെ അങ്ങോട്ട് അന്നപ്പോൾ ഒരു വിഷയം അന്നപ്പോൾ റിപ്പോർട്ട് ചെയ്തതല്ലോ, ഇവരെല്ലാം പിന്നെ എന്താണ് പരസ്പര സമ്മതപ്രകാരമാണ്. പിന്നെ ഒരു ഘട്ടത്തിൽ അവർ ഇത്രയും വൈകി അവർ സ്വാഭാവികമായിട്ടും പിന്നെ ഇങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കും. സ്ത്രീകളുടെ മെൻറ്റാലിറ്റി അറിയാലോ, സ്ത്രീകൾ ഞങ്ങളാണ് അന്നപ്പം കംപ്ലൈൻറ്റ് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതിലെന്തോ ഒരു പ്രശ്നം, ഈ ചെറുക്കനെ വേട്ടയാടുകയാണ്. അപ്പോൾ ഞാൻ വന്ന് ശരി തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലായതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു അല്ല ശരി, പക്ഷെ അവന് കോൺഗ്രസിനോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കില്ല, അവനൊന്ന് ഒതുങ്ങി നിൽക്കണ്ടേ. അപ്പോൾ അവരെന്നോട് അതിപ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അവരെന്നോട് പറഞ്ഞ കാര്യമുണ്ട്, നീ ഉദ്ദേശിക്കുന്ന പോലല്ല, എന്നെ നീ എന്ന് വിളിക്കാൻ അവകാശമുള്ള ഇത്ര ഒരു സീനിയറായിട്ടുള്ള ലേഡിയാണ്. അപ്പോൾ എന്നോട് നീ ഉദ്ദേശിച്ച പോലല്ല, അതായത് ഇത് കോൺഗ്രസിൻ്റെ, എനിക്കറിയാം അവർ പറഞ്ഞത് ശരിയാണ്, കോൺഗ്രസിൻ്റെ തീരുമാനമാണ്, ഇല്ലെങ്കിൽ ഇത് ഇവർ നിയമസഭയിൽ എടുത്തിട്ടായിരുന്നു. ഇപ്പം വന്നിട്ട് അങ്ങ് പോയാൽ നമുക്ക് നിയമസഭ തിരിച്ചു പിടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അല്ലെങ്കിൽ അതിന് ഗുണം കിട്ടും. അതല്ലാതെ അതുകൊണ്ടാണ് അവൻ ഇപ്പം അത് ഒതുങ്ങാതെ നിന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഈ പറയുന്നതിൻ്റെ അതിരി ഈ സാധനം വന്നല്ലോ, ഈ കോടതി വിധി വന്നല്ലോ, മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചു. അത് UDF അനുകൂലമായിട്ട് മാറും. പിന്നെ വേറെ ഈ മലബാർ മേഖലയിൽ നിങ്ങൾ ആരായാലും എന്തായാലും നിങ്ങൾ മോഡിനെ രണ്ട് തെറി പറഞ്ഞാൽ നമ്മളെ ആളുകൾ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഈ മലബാർ മേഖല നല്ല പോളിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ മോഡിനെ തെറി പറയുന്നതാണ്. അപ്പം ഇതെല്ലാം കൂടി ഉള്ളൊരു ഫാക്ടർ തോന്നുന്നു. ഇത് ലോജിക്കലായിട്ടുള്ള റിസൾട്ട് അല്ല ഇത്, ഈ സോഫ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരി, അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ശ്രീ ആയുർപ്പിച്ചു, മാണി കോൺഗ്രസിൻ്റെ വളരെ ശക്തി കേന്ദ്രമായിരുന്നു പാല, അവിടെ പോലും അവർക്ക് ഭരണമുറപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു തിരിച്ചടി തന്നെയല്ലേ? മധ്യ കേരളത്തിൽ നമുക്കിപ്പോൾ നോക്കുമ്പോൾ അവിടെ LDF വലിയ പ്രതീക്ഷയാണ് മാണി കോൺഗ്രസിലുള്ളത്, ആ മേഖലയിലൊക്കെ തന്നെ. അത് പ്രത്യേകിച്ച് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർക്ക് വലിയൊരു പ്രതീക്ഷയാണുള്ളത്. അവിടെയൊക്കെ പിന്നിലേക്ക് പോകാൻ കാരണം എന്താണെന്നാണ് കരുതുന്നത്? അല്ല, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, അതായത് സഖാവ് പിണറായി വിജയന് രണ്ടാം ഊഴം സമ്മാനിച്ചതിനകത്ത് ഒരു മുഖ്യ പങ്ക് വഹിച്ചത് കേരള കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് സത്യമായ ഒരു കാര്യമാണ്. ശേഷം വന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ നിർണായകമായ സ്വാധീനം ചെലുത്തുകയും ത്രിതല പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇപ്പോൾ എന്താണ് ഈ വോട്ടർമാരുടെ ഉണ്ടായ ആശങ്ക എന്താണ് എന്നുള്ളത് വിശകലനം ചെയ്യേണ്ട ഒരു വസ്തുത തന്നെയാണ്. പ്രതീക്ഷിച്ചില്ല, ഇത്തരത്തിലൊരു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിൽ ഞങ്ങൾക്ക് ഇത്ര സീറ്റ്, ഞങ്ങൾ ചോദിച്ചതിനെക്കാട്ടും കൂടുതൽ ഞങ്ങൾക്ക് ലഭ്യമാകുന്നു, ഞങ്ങൾ മത്സരിക്കുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ നഷ്ടം വന്നിട്ടില്ല. പാലയിൽ ഞങ്ങളുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വലിയ പരാജയം സംഭവിച്ചിട്ടില്ല. പക്ഷേ LDFനും മൊത്തത്തിൽ ചില പ്രശ്നം, അവിടെ ചില സ്വതന്ത്രന്മാരുടെ കടന്നുകയറ്റം ഉണ്ടായി. എന്തുകൊണ്ടങ്ങനെ? അവിടുത്തെ MLA വാർഡിൽ പോലും, മാണി സി കാപ്പൻ്റെ നാട്ടിൽ പോലും ഞങ്ങൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് ജയിച്ചത്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, എനിക്കൊരു സംശയം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സംശയത്തിൻ്റെ കാരണം ആ ഒരു വിത്ത് പാകിയത് ശ്രീ ഫക്രുദ്ദീൻ അലി തന്നെയാണ്. അതായത് മാണി കോൺഗ്രസ്സിന് ഉള്ളിൽ, അതായത് പ്രത്യേകിച്ച് നമുക്ക് പ്രവർത്തകർക്കിടയിലേക്ക് പോകുമ്പോൾ അവർക്കൊരു അസ്തിത്വ പ്രശ്നം ഉടലെടുത്തിട്ടുണ്ടോ എന്ന്. കാരണം അവർക്കൊരു ആശയക്കുഴപ്പം, ഒരു ആശങ്ക, അല്ലെങ്കിൽ ഒരു മനസ്സിനകത്തൊരു വിഷമമുണ്ട്. കാരണം എന്നും അവർ മാണി സാർ എന്ന് പറയുമ്പോഴാണെങ്കിലും മാണി കോൺഗ്രസ് ആണെന്ന് പറയുമ്പോഴാണെങ്കിലും UDFനൊപ്പം നിന്നിട്ടുള്ളൊരു ചരിത്രമാണുള്ളത്. ആ ഒരു പാതയിൽ നിന്നും അകന്നു മാറി ഇടതിനൊപ്പം നിൽക്കുമ്പോൾ ഇടതുപക്ഷം പരിഗണിക്കുന്നുണ്ട്, അത് ഞാൻ മാറ്റിവെക്കുന്നില്ല. പക്ഷേ എങ്കിലും പ്രവർത്തകർക്ക് ഉള്ളിലൊരു സങ്കടമുണ്ട്. അവർക്ക് എപ്പോഴും UDFനൊപ്പം ചേർന്ന് നിൽക്കണമെന്നൊരു ഇഷ്ടം അവർക്ക് ഉണ്ട് എന്ന് തോന്നുന്നു. ഒരു അസ്തിത്വ പ്രശ്നം അവർ നേരിടുന്നു എന്നൊരു തോന്നലുണ്ട്. അല്ല, അത് ഞാൻ പറയാം. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അന്നത്തെ UDFൻ്റെ കൺവീനർ ബെന്നി ബെഹനാൻ അദ്ദേഹം പറയുന്നുണ്ട്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് UDFൽ നിൽക്കാൻ അവകാശമില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അതൊരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത സാഹചര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബഹുമാനായ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ വിങ്ങുന്ന വാക്കുകളാണ് അയാൾക്ക്. അദ്ദേഹം പറയുന്നത് വളരെ വിങ്ങലോട് കൂടിയാണ് വന്നത്. ഞങ്ങൾ UDFൽ നിന്ന് പോയതല്ല, ഞങ്ങളെ ഒരു നിമിഷം കൊണ്ട് അതിൻ്റെ രാഷ്ട്രീയ ലാഭം എന്താണ് എന്നറിയാൻ വയ്യ. അപ്പോഴും ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന സമൂഹവും, ഞങ്ങളോടൊപ്പം പ്രമോദ് നാരായണനുണ്ട്, അതേപോലെ ഈ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരൊക്കെ ഉണ്ട്. എങ്കിലും ജയരാജ് സാറുണ്ട്, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിപ്പിച്ച ഞങ്ങളുടെ മുഹമ്മദ് ഇക്ബാലുണ്ട്, സ്ഥാനാർത്ഥിയായിരുന്നു, ഇപ്പോഴയാൾ സ്റ്റീൽ ഇൻഡസ്ട്രീസിൻ്റെ ചെയർമാനാണ്. അങ്ങനെ ഒരു വലിയ അറക്കൽ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വലിയ നേതാവുണ്ട്. കൊല്ലത്ത് ഞങ്ങളുടെ പാർട്ടി ജില്ലാ പ്രസിഡന്റ്, വഴുതാനത്ത് ബാലേന്ദ്രൻ, എല്ലാ മതവിഭാഗങ്ങളും ഉണ്ടെങ്കിൽ പോലും കൂടുതൽ ഞങ്ങൾ പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെ നിന്നത് UDFൻ്റെ ഭാഗമായി നിന്ന ഒരു ക്രൈസ്തവ
മെജോറിറ്റി ഉണ്ട്. അവരൊക്കെ എല്ലാവരും UDF അനുഭാവികളോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൊക്കെയാണ്. പെട്ടെന്ന് പറിച്ചു നട്ടപ്പോൾ നമുക്കറിയാലോ, ഒരു ചെടിയാണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് പറിച്ചു നടുമ്പോൾ ചിലപ്പോൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. എല്ലാം ഒന്നും കളിക്കണമെന്നില്ല. അങ്ങനെ സംഭവിച്ചു. എങ്കിൽ പോലും ഞങ്ങൾ LDF വന്നപ്പോൾ ഞങ്ങൾക്ക് ഉചിതമായ സാധനങ്ങൾ ലഭ്യമായി. ഞങ്ങൾക്ക് വേണ്ട. അന്ന് ജോസ് കെ മാണി ജയിച്ചെങ്കിൽ ഞങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം ഉണ്ടാവും. ജോസ് കെ മാണി ജയിക്കാത്ത ഞങ്ങളെ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് രാജ്യസഭാ സ്ഥാനം തിരികെ. അപ്പം ഞങ്ങളിപ്പോഴും സേഫ് സോണിലാണ് ഇടതുപക്ഷത്. പക്ഷേ ഞങ്ങളുടെ താഴെ തട്ടിലേക്ക് വരുമ്പോൾ ചില വേരുകൾ മാറ്റിവെച്ചതിനാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ജോസ് കെ മാണിയും മാണി സാറിൻ്റെ അസ്തിത്വത്തെയും ഫക്രുദ്ദീൻ അലിയുടെ വാക്ക് കടമെടുക്കുക, ആ അസ്തിത്വത്തെ അതിനോടൊപ്പം നിൽക്കുവാൻ ഞങ്ങളുടെ പാർട്ടിയിലെ ഭൂരിഭാഗം ആൾക്കാരും നിൽക്കും. ഒരുപക്ഷെ അവരുടെ ശരീരം മാത്രമേ ഞങ്ങളോടൊപ്പം ഉള്ളൂ എന്ന് ഇപ്പം സംശയിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലല്ലേ? അവർ മനസ്സ് മറ്റൊരു സ്ഥലത്തും ശരീരം ഞങ്ങളുടെ കൂടെയുമാണോ? ഞങ്ങളൊരു യോഗം വിളിച്ചുകൊണ്ട്, ഞങ്ങൾ സമ്മേളനം നടത്തിയതുകൊണ്ട്, ഞങ്ങളുടെ കമ്മിറ്റികളിലൊക്കെ ഉണ്ട്. അപ്പോഴും ശരീരം കഴിഞ്ഞ് മനസ്സ് മറ്റൊരിടത്താണോ എന്ന് ഇത് വളരെ ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് ഫക്രുദ്ദീൻ. എന്താണ് അങ്ങയുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ? ഒരിക്കൽ കൂടി നമ്മൾ വീണ്ടും ആ ഒരു വിഷയത്തിലേക്ക് പോവാണ്. അല്ല, അത് ഒരു പ്രശ്നമുണ്ട്. അത് അന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡിവോഴ്സ് പോലെയാണ്. ചിലപ്പോൾ ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചൊക്കെ ഡിവോഴ്സ് ചെയ്യും. ഈ പ്രേമല്ലല്ലോ, നമ്മളൊക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ നമുക്കറിയാലോ, പ്രേമല്ലല്ലോ വിവാഹം. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളൊക്കെ SFI പ്രണയത്തിലെ ആളുകളാണ്. അപ്പോൾ പക്ഷെ ഞങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ട് കേട്ടോ. അപ്പം അല്ലാത്ത ഈ പൊതുവെ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ഈ 2 സൈഡും കാണിക്കുന്ന SFIക്കാർ, നമ്മളെ ബ്ലാക്ക് കണ്ടാണ് ഇവരൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടത്. അല്ലാതെ പിന്നെ ഉള്ളത് വൈറ്റാണല്ലോ. അപ്പോൾ ഇതല്ലാതെ പ്രണയിക്കുമ്പോൾ പൊതുവെ അങ്ങനെ വൈറ്റ് മാത്രമേ കാണിക്കുള്ളൂ, ബ്ലാക്ക് കാണിക്കില്ല. അപ്പോൾ ആണ് ഇപ്പോൾ റിയാലിറ്റി കാണുമ്പോഴാണ് അടിച്ചു പിരിയും. ഇത് വളരെ നല്ലൊരു ദാമ്പത്യമായിരുന്നു. അതായത് UDF മാണി സാറിൻ്റെ കോൺഗ്രസ് ഉണ്ടായി. മാണി സാർ ശരിക്കും കുഞ്ഞാലി സാഹിബ് ഉണ്ടായി പോലും കുഞ്ഞാലി സാഹിബ് പോലും ഡിപ്പെൻഡ് ചെയ്യുന്നത് മാണി സാറിനായിരുന്നു. ഡിസിഷൻ മേക്കിങ്ങിൽ അഗ്രഗണ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പറയുന്നതിൻ്റെ അതിൽ ഉമ്മൻചാണ്ടി സാറ് ഒന്ന് എന്താ പറയുക, ഒന്ന് വീക്കാവുന്നു. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല കൂടുതൽ ശക്തനാവുന്നു എന്ന് ഫീൽ ഉണ്ടാവുന്നു. അപ്പം ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് മാത്രമല്ല, ഈ ബെന്നി ബെഹനാൻ ഒരു പ്രശ്നമുണ്ട്. ബെന്നി ബെഹനാൻ ഈ ആകാശത്തൂടെ പോകുന്ന പണി ഏണി വെച്ച് പിടിക്കും. സന്തോഷം വേണ്ടിയിട്ട് പറഞ്ഞ പോലെയാണ്. അങ്ങനെ പരിപാടി മൂപ്പർക്കുണ്ട്. അങ്ങനെ മൂപ്പര് പണി പിടിച്ചൊരു പണിയാണ് ഈ 2020. ഈ ബെന്നി ബെഹന ഒറ്റ ആൾ കാരണമാണ് ഈ 2020 എന്ന സാധനം ഉണ്ടായത്. അവിടെ കോൺഗ്രസ് വീക്കൻ ചെയ്യപ്പെട്ടത്. അപ്പം അങ്ങനെ ഈ ബെന്നി ബെഹനാൻ്റെ അന്ന് ഈ ഇവർ വിചാരിച്ച മാണി സാറിന് ശേഷം മാണി സാർ അങ്ങ് വീക്കൻ ചെയ്ത് പിന്നെ ജോസഫ് സ്വാഭാവികമായിട്ട് വരും. അതെങ്ങനെയാണ് വരിക? ജോസഫും മാണിയും രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഒരാളെ കൂടെയുള്ള ആളെ മറ്റൊരാളുടെ കൂടെ പോകാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഈ ഇവരെ കുടുംബ പൊളിറ്റിക്സുമാണ്. കുടുംബത്തിൻ്റെ ഒരു ലോയലിറ്റി ഉണ്ട്. ക്രിസ്ത്യൻസിൻ്റെ കാര്യം വെച്ചാൽ കുടുംബത്തിൻ്റെ ലോയലിറ്റി വളരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അവിടെ കൊടിയൊന്നും പ്രശ്നമാണ്. മാണി സാർ അലൈൻ ചെയ്ത കുടുംബമായിട്ടാണ്. പിന്നെ മാണി സാറിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു വിഭാഗം കുടുംബത്തെ കൂടെ എത്തുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് സഹായം മാണി സാർ ചെയ്തു കൊടുക്കും. ഓൾവേസ് അപ്രോച്ചബിൾ. എന്നിട്ട് അവരെയും കൂടി ഇങ്ങോട്ട് കൂട്ടും. അങ്ങനെ മാണി സാറിനെ പോലെ ആൾ ഇനി രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അത്തരം കാര്യങ്ങൾ മാണി സാർ അവസാനം ഘട്ടത്തിലാണ് ഫാമിലി ആയിട്ട് നമ്മുടെ പ്രശ്നങ്ങളുള്ളത്, അദ്ദേഹത്തിൻ്റെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതർവൈസ് മാണി സാർ ആ ബാലൻസ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുള്ളത്. ഓഫ് കോഴ്സ് അത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ പോകുന്ന ദാമ്പത്യ ചെറിയ പ്രശ്നങ്ങൾ അത് പെട്ടെന്ന് ഒരു ദിവസത്തിൽ ഡിസ്കാർഡ് ചെയ്യുന്നു എന്ന് ഫീലും. പിന്നെ മാത്രമല്ല ഈ ഭർത്താവിനെ ഈ പൈസയൊക്കെ തീരുന്നു എന്നൊക്കെ തോന്നുന്ന ചില കാര്യം പൈസ കണ്ട് പ്രേമിക്കുന്ന അങ്ങനെ സുഖമുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസ് പൊതുവെ ദുർബലമാകുന്നുള്ള ഫീൽ വരിക. അപ്പത്ത് പിണറായിൻ്റെ നേതൃത്വത്തിൽ CPM ഭയങ്കരമായിട്ട് LDF CPI ആയാലും വലിയ അടവൊന്നുമല്ല ഇങ്ങനെ ശക്തിപ്പെട്ട് വരുന്നു. മാത്രമല്ല മുമ്പുള്ള ഈ പറയുന്ന CPM നേതാക്കന്മാരെ പോലെ ആയിരുന്നില്ല പിണറായി. മുമ്പുള്ള ഈ ഇവർക്ക് മസിൽ കൂടുതലാണ്. പക്ഷെ പിണറായി അങ്ങനെയല്ല. ബിഷപ്പുമാരോടും പിന്നെ മാണി കോൺഗ്രസിനോടും ഇവരോടൊക്കെ തന്നെ ഭയങ്കര സ്നേഹമാണ്. പിണറായിക്ക് 2 മുഖമാണ്. ഈ ശിവനെ കൊണ്ട് പറഞ്ഞതിൻ്റെ അറിയാം. സ്നേഹിച്ചാൽ മൂപ്പര് നക്കിക്കൊല്ലും, ഇല്ലെങ്കിൽ മൂപ്പര് വെട്ടിക്കൊല്ലും. ഇതാണ് ഈ പിണറായിയുടെ സ്വഭാവം. അപ്പോൾ എന്ന് വെച്ചാൽ ഈ സ്നേഹത്തിൽ ഇവരങ്ങോട്ട് വീണു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പക്ഷേ താഴെ തട്ടിൽ പിണറായി ഞാൻ മനസ്സിലാക്കി കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ എസ്പെഷ്യലി കേരള കോൺഗ്രസ്സുകാരുടെ സെൻസിബിലിറ്റിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണം. കാരണം അവർക്ക് LDFന് ആവശ്യമില്ലല്ലോ. LDFനാണ് അവരെ കൊണ്ട് ആവശ്യം. പക്ഷേ ഇവന്മാരുടെ താഴെ തട്ടിലുള്ള മസിലുണ്ടല്ലോ, പിണറായി അല്ലല്ലോ താഴെ തട്ടിലുള്ളവൻ. ഇത് പലപ്പോഴും ഇവിടെ താഴെ തട്ടിലുള്ളവർക്ക് പ്രശ്നമായിട്ടുണ്ട്. അതെ, ഞാൻ മടങ്ങിയെത്താം. നമ്മളിപ്പോൾ കുഞ്ചു മുരളി ലൈനിലുണ്ട്. കുഞ്ചു, ഇപ്പോഴത്തെ സമഗ്ര ചിത്രം ഒന്ന് നൽകാമോ? തിരുവനന്തപുരം കോർപ്പറേഷൻ മുതൽ അങ്ങ് വടക്കോട്ട്. തീർച്ചയായും അതിൽ ഈ സമഗ്ര ചിത്രം എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വാർഡ് തലത്തിലുള്ള ഒരു
കണക്കുകളൊന്ന് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഈ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഇതുവരെ കാണാത്ത തരത്തിൽ, കോൺഗ്രസ് ഇതുവരെ കാണാത്ത തരത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്തുകളാണ്. 17,337 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 1,673 UDF മുന്നിട്ട് നിൽക്കുകയാണ്, വിജയിച്ചിരിക്കുകയാണ്. അതിൽ 1,341 മാത്രമേ LDF വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി NDA 312 ഇടങ്ങളിൽ നിന്നപ്പോൾ അതേഴ്സ്, അതായത് സ്വതന്ത്രമായി മത്സരിച്ചവരും മറ്റു ചിഹ്നങ്ങളിൽ മത്സരിച്ചവരും 313 ഇടങ്ങളിൽ മുന്നിട്ട് നിൽപ്പുണ്ട്. അപ്പൊ ഈ ഗ്രാമപഞ്ചായത്തുകളിൽ 17,337 ഗ്രാമപഞ്ചായത്തുകളിൽ 1,673 UDF മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും കാണാത്ത തരത്തിൽ 400-ലധികം ഗ്രാമപഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യാനായി ഈ UDF സാധിച്ചു എന്നുള്ളതാണ്. ഇനി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ 2,267 വാർഡുകളിൽ 46 ഇടങ്ങളിൽ അവിടെയും UDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. LDF 33 വാർഡുകളിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇനി നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ 3,240 മുനിസിപ്പാലിറ്റികളിൽ 1,271 UDF, അതെ മുനിസിപ്പാലിറ്റി വാർഡുകളിൽ 1,271 UDF മുന്നിട്ട് നിൽക്കുകയാണ്. അവിടെ 914 വാർഡുകളിൽ മാത്രമേ LDF ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി കോർപ്പറേഷന്റെ നേരിട്ട് നോക്കുമ്പോൾ കോർപ്പറേഷൻ വാർഡുകളായി 421 വാർഡുകളാണുള്ളത്. ആ 421 വാർഡുകളിൽ 87 വാർഡുകളിൽ UDF മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഇതിൽ എടുത്തു പറയേണ്ടത് കോർപ്പറേഷനിൽ 43 ഇടങ്ങളിൽ NDA നിൽക്കുകയാണ്, 53 ഇടങ്ങളിൽ LDF ഉണ്ട്. അപ്പോൾ ഈ LDF തൊട്ട് പിന്നാലെ NDA ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ BJPയുടെ ഒരു മുന്നേറ്റം എല്ലായിടങ്ങളിലും കാണാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഈ പത്തനംതിട്ട സംബന്ധിക്കുന്ന ഒരു കാര്യം. പത്തനംതിട്ടയും അതുപോലെ പന്തളം മുനിസിപ്പാലിറ്റിയും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അവിടെയൊക്കെ വ്യക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഈ UDF സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ എറണാകുളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ എറണാകുളത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എറണാകുളം മുനിസിപ്പാലിറ്റിയിൽ തൃപ്പൂണിത്തുറ ഒഴികെയുള്ള എല്ലായിടങ്ങളിലും UDF ആധിപത്യം ഉണ്ടായിരിക്കുന്നു. UDF വിജയിച്ചിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ അവിടെ LDF ആയിരുന്നുവെങ്കിൽ ഇത്തവണ അത് BJP പിടിച്ചെടുക്കുകയാണ്. BJP 21 സീറ്റുകളിലാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. 20 സീറ്റുകളിൽ LDF തൊട്ട് പിന്നാലെയുണ്ട്. 12 ഇടങ്ങളിലാണ് UDF ഉള്ളത്. പക്ഷേ എറണാകുളം ജില്ലയിലെ മുനിസിപ്പാലിറ്റികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മുഴുവൻ മുനിസിപ്പാലിറ്റികളും തൂത്തുവാരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ UDF എത്തിയിട്ടുണ്ട്. ആ UDF ഒരു മുന്നേറ്റം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതുവരെ കാണാത്ത തരത്തിൽ അവരൊരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. ആ മുന്നേറ്റത്തെ നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. പന്തളം NDAയുടെ കയ്യിലുണ്ടായിരുന്ന BJPയുടെ കയ്യിലുണ്ടായിരുന്ന പന്തളം മുനിസിപ്പാലിറ്റി UDF തിരികെ പിടിച്ചിരിക്കുകയാണ്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പ്രാദേശികമായ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായ ഒരിടം കൂടിയായിരുന്നു പന്തളം. ആ പന്തളം മുനിസിപ്പാലിറ്റി UDF തിരികെ പിടിച്ചിരിക്കുന്നു. അടൂര് UDF തിരികെ പിടിച്ചിരിക്കുന്നു. പത്തനംതിട്ടയിലും തിരുവല്ലയിലും വ്യക്തമായ ആധിപത്യത്തോടുകൂടി UDF വീണ്ടും അധികാരത്തിലെത്തുകയാണ്. ശ്രദ്ധിക്കാനുള്ള കാര്യം LDF കയ്യിലായിരുന്നു എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റി. അത് തിരികെ പിടിച്ചിരിക്കുകയാണ്, UDF തിരികെ പിടിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ മുനിസിപ്പാലിറ്റികൾ എല്ലാം 4 മുനിസിപ്പാലിറ്റികളുള്ളത്. ആ 4 മുനിസിപ്പാലിറ്റികളും UDF കൈയടക്കിയിരിക്കുന്നു. അവിടെ താമര വിരിയിക്കാനായി സാധിച്ചില്ല. അവിടെ ഈ സ്വർണ്ണ കൊള്ള വിവാദം അല്ലെങ്കിൽ ശബരിമല വിഷയം, ആഗോള അയ്യപ്പ സംഗമവും ബദലായി BJP നടത്തിയ വിശ്വാസ സംഗമം, ഇതെല്ലാം UDF ഇപ്പോൾ അനുഗ്രഹമായി വന്നിരിക്കുന്നത്. നമ്മുടെ ചർച്ചയിൽ തുടക്കത്തിൽ MS വേണുഗോപാൽ പറഞ്ഞതുപോലെ അയ്യപ്പൻ അനുഗ്രഹിച്ചിരിക്കുന്നത് UDF ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കോർപ്പറേഷനുകളിലും UDF നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. ഒരു ജനവിരുദ്ധ ഈ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾ എതിരെ തിരിയുന്നു എന്നുള്ളത്, ഭരണത്തിനെതിരെ തിരിയുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഒരു ഭരണവിരുദ്ധ വികാരമായി വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കുമോ എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികൾക്ക് പോലും ഇനി ഒപ്പം നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യവും അവിടെ ഉയരുന്ന ഒരു സാഹചര്യമാണല്ലോ. ഓക്കെ കുഞ്ചു, ഏതായാലും പാലക്കാട് അതുപോലെ തന്നെ തിരുവനന്തപുരം എന്നീ 2 ജില്ലകളുടെ ചിത്രങ്ങൾ എടുത്തു വയ്ക്കുക. ഞാൻ മടങ്ങിയെത്താം കുഞ്ചുവിലേക്ക് വേഗത്തിൽ. ഓക്കെ ഫക്രുദ്ദീൻ, നമ്മളിപ്പോൾ നോക്കുമ്പോൾ ശബരിമല അനുഗ്രഹിച്ചത് UDF എന്ന് മനസ്സിലായിരിക്കുകയാണ് അല്ലേ? അത് കൃത്യമായി ടോക്കിംഗ് പോയിന്റ് പറയുകയും ചെയ്തിരുന്നു. ശബരിമല UDF അനുകൂലമാകുന്നു. അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് തോന്നുന്നു. ശബരിമല ഈ രീതിയിൽ അനുകൂലമാകുന്ന ഞാൻ പ്രതീക്ഷിച്ചതല്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ജനങ്ങൾ ഫൈനലി ഇപ്പം മലയാളി കൂടുതൽ ക്യാപിറ്റലിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റി. അതിന് മാറ്റമൊന്നുമില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നറിയില്ല. ഇത് പിന്നെ നിങ്ങൾ മീഡിയ എടുത്ത് ഇടപെട്ടെന്നു. പിന്നെ ആ പത്മകുമാറിനെതിരെ
നടപടി എടുക്കാമായിരുന്നു, അന്വേഷണമെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നു. ഇതൊന്നും അവിടെ ചെയ്യാതെ- എത്തി നിൽക്കുകയാണ്, അല്ല, അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടിട്ട് ചിലപ്പോൾ നാട്ടുകാർ വിചാരിച്ചിട്ടുണ്ടാകും CPM സംഭവം പിണറായിയൊക്കെ കൊള്ളാം, പക്ഷെ ഇടയ്ക്കൊരു ചെക്ക് കൊടുത്തിട്ടില്ലേ ഇവർ കോൺഗ്രസ് ആയി പോകുന്നു വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അത് ശരി. ശ്രീ ആയൂർ ബിജു, നമ്മൾ നോക്കുമ്പോൾ ശബരിമല ഒരു പ്രാവശ്യം എന്താണ് മോശപ്പെട്ട ഒരു ഇടപെടൽ വിശ്വാസികളെ സംബന്ധിച്ച് പറയുമ്പോൾ മോശപ്പെട്ട ഒരു ഇടപെടൽ നടത്തി. ഓക്കെ, കോടതി വിധിയോടെ ഉണ്ട്. എല്ലാ വിഷയത്തിലും കോടതി വിധിയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഇവിടുത്തെ സാഹചര്യം എന്താണ് എന്ന്. അത് തിടുക്കം കാണിക്കാൻ പാടില്ലായിരുന്നു. കോടതിയുടേതായിട്ടുള്ളൊരു വിഷയം വന്നു, അത് ഇന്ന സമയത്ത് നടപ്പാക്കണമെന്ന് കർശന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് പറയുന്നത്, വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് പറയുന്നത്. അന്ന് തിരിച്ചടി UDF-ൻ്റെ വിജയത്തിലൂടെ ജനങ്ങൾ നൽകി. ഇപ്പോഴും അത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷേ ആർക്കും ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല, വലിയ കൊള്ളയാണ് നടത്തിയിരിക്കുന്നത്. അല്ല, സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഈ ഇരിക്കുന്ന നമ്മൾക്ക് 3 പേർക്കും അറിയാം സാഹചര്യം എന്താ. ഒരു കോടതി വിധിയാണ്, അതിനെ നടത്തുക എന്നുള്ളത് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിലേക്കേ പോയത്. ഇനി അതിനുവേണ്ടി വാദിച്ചവരാരൊക്കെയാണ്? ഈ പറയുന്ന RSകാരും ഈ പറയുന്ന സംഘടനകളൊക്കെയാണ്. അത് ഞാൻ വിടുന്നു. ഇനി രണ്ടാമത് വന്ന കാര്യത്തിനകത്ത് ഇപ്പോൾ ഫക്രുദ്ദീൻ അലി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു നടപടി എടുക്കാമായിരുന്നു. അപ്പം നടപടി എടുക്കാമായിരുന്നു. അല്ല, അതിലേക്ക് ഞാൻ പറയുന്നത് നടപടി എടുക്കാമായിരുന്നു എന്ന് പറയുമ്പോഴും ഞങ്ങളുടെ ചിന്ത എന്താണ്? ഈ പറയുന്ന വ്യക്തികൾ വാസുവോ അല്ലെങ്കിൽ പത്മകുമാറോ ഇത് ചെയ്യില്ല. നമ്മൾ പണ്ടൊരു കഥയിൽ നമ്മൾ ബ്രൂട്ടസെ നീയും എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പം പത്മകുമാറെ നീയും, താങ്കളത് ചെയ്യില്ല. ഒരു സ്ഥാനത്തേക്ക് നമ്മളൊരാളിനെ ഞാൻ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒരു സ്ഥാനത്തേക്ക് നിയോഗിക്കുമ്പോൾ ഞാനത് ആ തെറ്റ് ചെയ്യില്ല എന്നുള്ള വിശ്വാസമാണ് നിങ്ങൾ എന്നെ നിയോഗിക്കുന്നതിനകത്ത് ആധികാരികം. അപ്പോൾ അതിന് വിരുദ്ധമായ അവൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? നിയമത്തിൻ്റെ വഴിക്ക് പോയി, അറസ്റ്റ് ചെയ്തു, ജയിലിൽ ഇട്ടു. അതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷേ അവിടെ ജനങ്ങൾ ചോദിക്കുകയാണ്, ഇതിപ്പോൾ ഇവരൊക്കെ മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നടക്കുമോ? മന്ത്രിയിലേക്ക് കൂടി പോകേണ്ടതല്ലേ? മന്ത്രി അറിയാതെ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നുവെങ്കിൽ അങ്ങനെ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ മന്ത്രിയുടെ കഴിവിനെ കുറിച്ച് സംശയമുണ്ടായിരുന്നു. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഈ ഇരിക്കുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് താങ്കൾ ചെയ്യുന്ന തെറ്റിന് നിങ്ങളെ ഇവിടുത്തെ MD ഉത്തരവാദിയാവും? ഇതിന്റെ മാനേജ്മെന്റ് ഉത്തരവാദിയാവും? അല്ല, നിങ്ങൾ ഇൻഡയറക്റ്റ് കേസ് പ്രതിയാവും, ഉത്തരവാദിയാകില്ല. നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങളെ ഈ സ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്ന വ്യക്തി വിചാരിക്കുന്നു നിങ്ങളത് ചെയ്യില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ കൃത്യമാണ് സാർ. അപ്പൊ നിങ്ങൾ കൗമുദിയുടെ പ്രേക്ഷകർ ഇത് കാണുമ്പോൾ കേൾക്കൂ, നിങ്ങളുടെ കൗമുദിയുടെ ലക്ഷക്കണക്കിനും ആയിരക്കണക്കിനും വരുന്ന പ്രേക്ഷകർ ഇത് കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ഒന്നുകൂടെ പറയാം. ഞാൻ ഒരാളെ ഒരു സ്ഥാനത്തേക്ക് നിയോഗിക്കുമ്പോൾ താങ്കൾ അത് ചെയ്യില്ല എന്ന് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിന് എതിരായി താങ്കൾ ചെയ്താൽ ഉത്തരവാദി ഞാനല്ല. പക്ഷേ അവിടെ എൻ്റെ ഒരു എന്താ പറയുന്നത്, ഞാൻ അല്പം കൂടി വിജിലന്റ് ആകാണ്ടിരുന്നു. ഞാൻ പറഞ്ഞോട്ടെ, അതായത് ഇതൊരു വാക്കിന്റെ പ്രശ്നമല്ല, വാക്കിന്റെ വീഴ്ചയല്ല, ഇത് പ്രവൃത്തിയുടെ വീഴ്ചയാണ്. പ്രവൃത്തിയുടെ ഒരു ശൃംഖല തന്നെ, ഒരു സീരീസ് ഓഫ് വീഴ്ചകളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. വാദമുണ്ട്, അത് സമാനമാണത്. പത്മകുമാർ മുമ്പേ പാർട്ടിയുടെ ഒരു സംശയത്തിന് നിലവിലുള്ള ആളാണ്. അതുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി വീണല്ല, പത്മകുമാറാണ് വരുന്നത്. മാത്രമല്ല VS-ന്റെ കൂടെ ആദ്യം പിണറായിന്റെ കൂടെ പോയ ആളുമാണ്. അപ്പോൾ പിണറായി അങ്ങനെ ആളുകളെ പ്രത്യേക സ്നേഹമുണ്ട്. എന്നിട്ട് പോലും പത്മകുമാറിനെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു സംശയം പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഇലക്ഷനിൽ നമ്മളീ പറയുന്ന ലോജിക്കൊന്നും അവിടെ വർക്ക് ചെയ്യില്ല. ജനസാമാന്യമാണ്. അവിടെ ജയശങ്കർ സാർ പറയുന്നൊക്കെ അവർ കേൾക്കും. 30 പറയുന്നപോലും കേട്ടില്ല. 30 ഞാനൊക്കെ പറഞ്ഞത് LDF-ന് മേൽക്കൈ ഉണ്ടാവുമെന്നാണ്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അവരെ കണ്ണുപൊടിയുടെ ഇങ്ങനെയുള്ള ചില പണികളൊക്കെ എടുക്കണം. കോൺഗ്രസ്സുകാർ കണ്ടില്ല, അവരാകുമ്പോൾ തന്നെ എന്ത് ചെയ്യും? സസ്പെൻഡ് ചെയ്ത് നിർത്തും. ജനങ്ങൾ നമ്മൾ ചെയ്തില്ല, എന്നിട്ട് അതൊക്കെ നിശബ്ദമായി തിരിച്ചെടുക്കും. എത്ര ആളുകൾ തിരിച്ചെടുത്തു? ഇതാണ് ഇത് പിണറായിക്ക് അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് പത്മകുമാറിന്റെ കാര്യത്തിൽ ഇത് ചെയ്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുപോലെ തന്നെ ചിലരൊക്കെ സൂചിപ്പിച്ച ജനങ്ങളെ ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കുറേയേറെ സംഭവങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം വന്നിട്ട് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നമ്മൾ കണ്ടു, ക്ഷേമ പെൻഷനുകൾ ഉയർത്തുന്നു. പക്ഷേ ജനങ്ങൾ വീണ്ടും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയെന്ന് തോന്നുന്നു. മുൻപ് പരിഗണിക്കാവുന്ന കുറേയേറെ വിഷയങ്ങൾ പരിഗണിച്ചില്ല. എനിക്ക് തോന്നുന്നു ഈ ആശമാരുടെ സമരം അത് എല്ലാവരും കരുതി, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വം കരുതി അവരത്തരത്തിൽ അഹങ്കാരം കാണിക്കേണ്ടിയില്ല, നമ്മളുടെ മുന്നിലേക്ക് വരണമായിരുന്നു. ഒന്നത് പറഞ്ഞു. 2, അവർ കരുതിയത് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ നടക്കുന്ന ഈ സമരത്തെ കേരളം അങ്ങനെ അങ്ങ് പരിഗണിക്കില്ല എന്ന്. പക്ഷേ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇടതുപക്ഷത്തിന് പൊതുവിൽ കുറേയേറെ ഒരു വീഴ്ച സംഭവിച്ചത് ജനങ്ങൾ സീരിയസ് ആയി എടുത്തു എന്ന് തോന്നുന്നല്ലേ? അല്ല, ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. അഹങ്കാരം, അതാണ് പ്രശ്നം. ഈ മലയാളിയുടെ ഭയങ്കര ഈഗോൻ്റെ ഒരു പ്രശ്നമുണ്ട്. അഹങ്കാരം സഹിക്കില്ല. കാരണം വെച്ചാൽ ഈ ആശമ്മയുടെ കാര്യം എടുക്കാം.
അത് ആശമാരുടെ സംഘടനയിൽ അത് ചെറിയ ന്യൂനപക്ഷമേ പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷെ അതൊരു ജെന്യൂൻ കേസാണ് എന്നൊരു ഫീൽ നാട്ടുകാരുണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ജെന്യൂൻ കേസാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാവുക. അപ്പം അത് ഏഷ്യാനെറ്റാണ്, വിനുവാണ് അത് കാര്യമായിട്ട് കണ്ടിന്യൂസ് ഡിസ്കഷൻ. ഏഷ്യാനെറ്റിൻ്റെ റീച്ചിങ് ഒക്കെ അത് പ്രേംകുമാറും പറഞ്ഞു. പ്രേംകുമാർ പറഞ്ഞു അത് നമ്മൾ പരിഹരിക്കേണ്ട വിഷയമാണ്, പരിഹരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അദ്ദേഹത്തെ മാറ്റപ്പെടുന്നത്. ഈ ആശമാരുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ പിന്നെ ഈ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന ചില ആളുകൾ. ഞാൻ മടങ്ങിയെത്താം ഫക്കത്തി. ഇപ്പോൾ നമ്മുടെ ഇപ്പം TG മോഹൻദാസ് സാറുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. അങ്ങിപ്പോൾ കേരളത്തിലില്ല എങ്കിലും കേരളത്തിലെ ചലനങ്ങൾ അറിയുന്നുണ്ടാകണം. എന്ത് തോന്നുന്നു ഈ റിസൾട്ടിനെ കുറിച്ച്? ഒരു എന്താ മണവും ഗുണവും ഇല്ലാത്തൊരു റിസൾട്ട്. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? എന്നുവെച്ചാൽ ഒരു ഡിസിസീവായ പൊളിറ്റിക്കൽ മെസ്സേജ് ജനങ്ങൾ കൊടുത്തിട്ടില്ല. ഓക്കെ. അത് കൊടുക്കാത്തതിൽ എനിക്ക് ഖേദമില്ല, സന്തോഷമേ ഉള്ളൂ. ഓക്കെ. ഈ ഞാൻ നേരത്തെയും ലിയോയോട് പറഞ്ഞിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് കളിക്കാനുള്ളതല്ല. അത് തീർത്തും സിവിക് കമ്മ്യൂണിറ്റീസ്, അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ, കറന്റ്, വെള്ളം, റോഡ്, ചവറ്, ഇതുപോലെയൊക്കെയുള്ള ഏർപ്പാടുകൾ നടത്തുക. അതിനകത്ത് ഐഡിയോളജിക്കോ PM ശ്രീ, സാവർക്കർ അവാർഡ്, ഇതിനൊന്നും അതിൽ യാതൊരു പങ്കുമില്ല. ബട്ട് ഇത് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ തലയിൽ കയറുന്നില്ല. അവര് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, ഗാസ ഒക്കെ വെച്ചിട്ടാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഏതെങ്കിലും വാർഡിലൊക്കെ ജയിക്കും. അത് ഗസയുടെ, പാലസ്തീന്റെ വിജയമായിട്ട് ആഘോഷിക്കുക. ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യും. ഇതിൽ അർത്ഥമില്ല എന്ന് ജനങ്ങൾ ഒരിക്കൽ കൂടെ മെസ്സേജ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കൂടുതലാവുന്നത്. രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് വരെ അവരുടെ ചിഹ്നത്തിൽ ആളെ നിർത്താതെ സ്വതന്ത്രരെ നിർത്തുന്നത് എന്തുകൊണ്ടാണ്? പാർട്ടി ഐഡിയോളജിക്ക് വോട്ട് കിട്ടുകയില്ല. സ്വതന്ത്രനാണെങ്കിൽ കിട്ടും. അപ്പോൾ ഈ ഒരു അവസ്ഥ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് പൊളിറ്റിക്സ് പുറത്താവണം. മഹാരാഷ്ട്രയിലും UP യിലും ഒക്കെ പോലെ പൊളിറ്റിക്സ് ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. അപ്പോൾ മിടുക്കന്മാര് അധികാരത്തിൽ വരികയും കാര്യങ്ങൾ ഭംഗിയായിട്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഭംഗിയായിട്ട് കിട്ടും. അതിന്റെ പുറത്ത് ഇവർക്ക് പാലസ്തീൻ ഐക്യദാർഢ്യം നടത്താം, PM ശ്രീയുടെ ഗുസ്തി നടത്താം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ചെയ്യണമെങ്കിൽ ഒരു അടിത്തറ വേണമല്ലോ. ആ അടിത്തറ നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള നല്ല മനുഷ്യർ ഉണ്ടാക്കി കൊടുക്കും. ഇങ്ങനെ ആയിരിക്കണം ഐഡിയലി ഇത് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇത്തവണയും ഇപ്പൊ പറയുമ്പോൾ BJPക്ക് കുറച്ച് സീറ്റുകൾ കൂടുതൽ കിട്ടി, ഒരു മുനിസിപ്പാലിറ്റി പോയി വേറൊരു കോർപ്പറേഷൻ കിട്ടി, UDFന് ഇത്ര കൂടി പക്ഷെ ഇത്ര കുറഞ്ഞു. ഇങ്ങനെ എങ്ങും തൊടാത്ത റിസൾട്ട് വരുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. അതുകൊണ്ട് രാഷ്ട്രീയം ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് കൃത്യം വികസനത്തെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടും ചിത്രവും ഒക്കെ കിട്ടും. അതിപ്പോ മൂടിക്കിടക്കുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ പാലസ്തീൻ നാടകങ്ങളും മറ്റും കൊണ്ടാണ്. അത് മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാവും. ഇപ്പൊ രാഷ്ട്രീയക്കാർ കൺഫ്യൂസ്ഡ് ആണ്, ജനങ്ങളും അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആണ്. ചിലരൊക്കെ ഐഡിയോളജി വെച്ച് വോട്ട് ചെയ്യും, ചിലര് കൊള്ളാവുന്നവനെ നോക്കി വോട്ട് ചെയ്യും, ചിലർ വോട്ടിൽ താല്പര്യമില്ല. ഇത്തവണ നോക്ക്, വോട്ടിംഗ് ശതമാനം കുറഞ്ഞില്ലേ? 30% വോട്ടർമാർ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏകദേശം 60 ലക്ഷം വോട്ടർമാർ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ്. അതിലൊരു 10-20 ലക്ഷം നമുക്ക് വയ്യാത്തവരോ നാട്ടിലില്ലാത്തവരോ ഗൾഫിൽ പോയവരോ ഒക്കെ ആയിട്ട് കളയാം. എന്നാലും 40 ലക്ഷം വോട്ടർമാർ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് തന്നെ അപമാനമല്ലേ? അത് ശരിയാണ്. അത് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് പൊതുരംഗത്ത്. എന്തുകൊണ്ടാണ് പ്രത്യേകിച്ചും ചെറുപ്പക്കാര് അവര് തിരിഞ്ഞു നോക്കുന്നില്ല? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ സാർ? നമ്മോടൊപ്പം ആയൂർ ബിജു ഉണ്ട്. ആയൂർ ബിജുവിന് സാറിനോട് ഒരു ചോദ്യം ചോദിക്കണമെന്ന് പറയുന്നു. സാർ, താങ്കളുടെ രാഷ്ട്രീയം ഇപ്പൊ എന്താണ്? താങ്കൾ ഈ പറഞ്ഞത് ഈ കൗമുദിയുടെ പ്രേക്ഷകർ കേൾക്കുമ്പോൾ താങ്കളൊരു അരാഷ്ട്രീയവാദിയായി ചിത്രീകരിക്കപ്പെടും. താങ്കളുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് പറയാൻ പറ്റുമോ? ആയൂർ ബിജു, ഇത് ഒരു ഈ കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിൽ കടത്തിവിട്ട ഒരു ദ്രാവകമാണ് ഈ രാഷ്ട്രീയം. എല്ലാ കാര്യത്തിനും ഒരു രാഷ്ട്രീയം ഉണ്ടാവണം. രാഷ്ട്രീയമായി ഏതെങ്കിലും ഒരു കള്ളിയിൽ മാത്രമേ ആള് നിൽക്കാവുള്ളൂ. അല്ല, ഇന്ത്യയിലെ ആദ്യം ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? കേട്ടില്ല. അല്ല, ഇന്ത്യയിൽ ആദ്യം ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? അവരാണെങ്കിലല്ലോ അങ്ങനെ കടത്തിവിടാൻ പറ്റുമോ? അല്ല, കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കേരളത്തിലല്ല, ഞാൻ ചോദിച്ചത് വ്യക്തമാണ്.
താങ്കൾ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളിലേക്ക് കടത്തിവിട്ട ദ്രാവകമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഉണ്ടായ കാലഘട്ടം 47 ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ 14-ാം തീയതി ഉണ്ടായ രാഷ്ട്രീയ പാർട്ടിയാണോ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിച്ച് അവസാനിപ്പിക്കാം. താങ്കൾ ആദ്യം തുടങ്ങിയത് മണവും ഗുണവും ഇല്ലാത്ത ഒരു ഫലമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, BJPക്ക് അനുകൂലമായിട്ടായിരുന്നു ഈ വിധിയെങ്കിൽ താങ്കൾ പറയും നല്ല മണമായിരുന്നു, നല്ല അത്തറിന്റെ മണമായിരുന്നു എന്ന് പറയും. ഞങ്ങൾക്കറിയാം BJP കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. BJP കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കി. പിന്നെ TJDക്ക് സാറിനോട് എല്ലാ സ്നേഹവും നിലനിർത്തി ബഹുമാനവും നിലനിർത്തി പറയുകയാണ്, നിങ്ങൾ ഈ പറഞ്ഞ മണവും ഗുണവും വരാനുള്ള സമയമായിട്ടില്ലെന്നേ. അത് ഇനി ഒരുപാട് കാത്തിരിക്കണം. UPയിലൊക്കെ വന്നിട്ടുണ്ടാകാം. അതിനൊക്കെ ഇനി വളരെയേറെ നാളുകൾ നിങ്ങൾ കാത്തിരിക്കണം. ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളൊന്നും രാഷ്ട്രീയം ഒന്നും പോയിട്ടില്ലെന്നേ. ജനങ്ങൾ നെഞ്ചിലേറ്റിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ജനങ്ങൾ ഏറ്റെടുത്ത മുദ്രാവാക്യമാണ്. ഇംഗ്ലാണ്ടിലേക്ക് വിളിക്കുമ്പോണ്ടല്ലോ ചേർത്തുന്ന ആൾക്കാരുണ്ട്. ടി ജി സാറേ, നമ്മളിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ 45 NDA മുന്നേറ്റമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. NDA 25 മുന്നേറുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഒരു മുന്നേറ്റമുണ്ടാക്കാൻ NDA സാധിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു BJP ക്യാമ്പുകളൊക്കെ തന്നെ. പക്ഷേ ഇത്രയേറെ ഒരു മുന്നേറ്റം, അതും LDF 23 ചുരുങ്ങി UDFന് 16 എത്താൻ സാധിച്ചു. അവർ 10 നിന്നാണ് 16 എത്തിയത്. സ്വതന്ത്രർ 2 സ്ഥലത്ത് മുന്നേറുകയും അല്ലെങ്കിൽ ജയിക്കുകയും ചെയ്തിരിക്കുകയാണ്. സാർ, എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ? ശരിയാണ് ലിയോ, പക്ഷേ അതിൽ നിന്നൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ കഴിഞ്ഞ തവണ BJP പാലക്കാട് മുനിസിപ്പാലിറ്റി പിടിച്ചിരുന്നു. ഇത്തവണ അവിടെ പുറകിലാണെന്ന് തോന്നുന്നു. അതെ, ഞാൻ പുറത്താണ്, എനിക്ക് ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല, എന്നാലും അവർ പുറകിലാണ്. അതിലൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ടോ? ജനങ്ങൾ BJPയെ പരിത്യജിച്ചു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ജനങ്ങൾ BJPയെ നെഞ്ചേറ്റി, ഇങ്ങനെയൊക്കെ വെറുതെ പറയാമെന്നുള്ളതല്ലാതെ ആ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് എന്നെ പോലുള്ളവർക്ക് അതിൽ കാണാൻ പറ്റുന്നില്ല. ഈ അരാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു മോശം വാക്കാണ്, ഒരു തെറി വാക്കാണ് എന്നുള്ളത് ഒരു ഇടതുപക്ഷ ചിന്താഗതിയാണ്. എല്ലാവർക്കും രാഷ്ട്രീയം വേണം, രാവിലെ കുടിക്കുന്ന ചായ മുതൽ രാഷ്ട്രീയം തുടങ്ങാം, ഇങ്ങനെയൊക്കെ അവർക്ക് വാശി പിടിക്കാം. പക്ഷേ അങ്ങനെയല്ല പൊതുജനം അതിനെ കാണുന്നത്. CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്ന് വിചാരിച്ചാൽ അവർ കമ്മ്യൂണിസ്റ്റുകാരായി എന്നൊന്നും അർത്ഥമില്ല. CPMന് ക്ലെയിം ചെയ്യാം, ബട്ട് ആ ആള് കൊള്ളാവുന്നവനാണ്, പഞ്ചായത്ത് വാർഡിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവനാണ് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പൊളിറ്റിക്സിന്റെ ഒരു മണമോ ഗുണമോ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഒരു സാധാരണ തെരഞ്ഞെടുപ്പ്. അതിൽ തന്നെ വളർന്നു വരുന്ന ഈ വോട്ടർ അപ്പാത്തി, അറൌണ്ട് 30% ആൾക്കാർ വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് ഒരു റിയൽ കൺസേൺ ആണ്. ജനാധിപത്യത്തിലോ അല്ലെങ്കിൽ ഈ വോട്ടിംഗ് പ്രക്രിയയിലോ ആര് വന്നാലും എനിക്കൊന്നുമില്ല എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ വളർന്നു വരുന്നത് ആശാസ്യമായൊരു സംഗതിയല്ല. ഇത് വരുന്നത് എന്താന്ന് വെച്ചാൽ സകലതിലും രാഷ്ട്രീയം കലർത്തിയിട്ട് അതിങ്ങനെ സെക്ടേറിയനായിട്ട് ഇത് പോവുള്ളൂ. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ പോയി വോട്ട് ചെയ്തിട്ട് സമയം കളയുന്ന എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നു ആൾക്കാർ. ഈ യാഥാർത്ഥ്യം രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം. എനിക്കിപ്പോ ഇതിന് ഞാൻ രാഷ്ട്രീയത്തിലും ഇല്ല, സ്ഥാനാർത്ഥിയാകാനും ഇല്ലാത്തതുകൊണ്ട് എനിക്കതിൽ പ്രത്യേകിച്ച് ഖേദമൊന്നുമില്ല. ബട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഈ മാറ്റങ്ങൾ അവർ ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. ഓക്കെ സാർ, താങ്ക് യു സാർ. എന്തായാലും കേരളത്തിന് പുറത്താണ് അദ്ദേഹം ഉള്ളത്, അദ്ദേഹമാണ് പ്രതികരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് AK ആന്റണിയുടെ ഒരു അവസാനകാല രാഷ്ട്രീയം ഉണ്ടല്ലോ, അങ്ങോട്ട് തിരിയുകയാണോ TG എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ജനങ്ങൾ ഇത് പൂർണ്ണമായും ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് അദ്ദേഹം പറഞ്ഞത്. കൃത്യമായി ജനങ്ങൾക്ക് ആരിലും വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം 30% പേർ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വളരെ താഴേക്ക് പോയിരിക്കുകയാണ്. അത് കേരളത്തിൽ ആർക്കും അങ്ങനെ വലിയ ജനങ്ങൾക്ക് അങ്ങനെ ആരെയും പൂർണ്ണ വിശ്വാസമൊന്നുമില്ല. അതല്ലേ പിന്നെയും കുറച്ചും കൂടി ഒരു വിശ്വാസമൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ CPMനെയും BJPയാണ്. കാരണം അവർ മിനിമം ഒരു കേട സ്വഭാവമുള്ള പാർട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിശ്വാസമല്ല. കോൺഗ്രസ് എന്തോ ആവല്ലോ, ഇതൊന്നും അല്ല, നിങ്ങൾ കണ്ട ഇനി അങ്ങോട്ട് അടി തുടങ്ങാൻ പോകല്ലേ. ഈ സലീംകുമാർ പറഞ്ഞില്ലേ, ഇപ്പോൾ ഉത്തരിക്കണ്ണം യുദ്ധം വരാൻ പോവാണ്. നോക്കില്ല വൈകുന്നേരത്തോട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി MLA അല്ലേ. ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഇടവേളയിലുള്ള മാസങ്ങളായിരിക്കും ഏറ്റവും സംഭവ ബഹുലമായ ഇന്ന് നമ്മൾ ഉസ്മാൻ കാക്ക കൊണ്ട് ഇറങ്ങും വൈകുന്നേരം ആകുമ്പോഴേക്കും. ഓക്കെ എന്തായാലും നമുക്ക്
ഒരു ഇടവേളയിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഒട്ടേറെ വിശേഷങ്ങൾ ഇനി അങ്ങോട്ട് നിർണായകമായ റിപ്പോർട്ടുകൾ പുറത്തു വരാനുണ്ട്. ഇനിയും എണ്ണി തീരാത്ത അല്ലെങ്കിൽ റിസൾട്ട് പുറത്തു വരാത്ത കുറേയേറെ കാര്യങ്ങൾ കേന്ദ്രങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുമ്പോഴായിരിക്കും ഈ സമഗ്ര ചിത്രം നമുക്ക് ലഭിക്കുക. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം വേഗത്തിൽ. വോട്ടേഴ്സ് ചോയ്സ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തിരുക്കൊച്ചി ഫിൻക്യാപ്പ്, മലയാളത്തിന്റെ സ്വന്തം ഗോൾഡ് ലോൺ കമ്പനി. വാക്കറു ധരിക്കൂ നടന്നുകൊണ്ടേയിരിക്കൂ.